വിവാദങ്ങൾക്ക് ബലിയാടായ താരറാണി നയൻതാര ഇന്ന് തെന്നിന്ത്യയിലെ താരറാണിയാണ്. മലയാള സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് മലയാളിയായ നയൻതാര തൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. നയൻതാര സിനിമാ ലോകത്ത് തൻ്റെ ചുവടുകൾ വെച്ചത് വളരെ ബുദ്ധിപൂർവമാണ്. കാരണം നയൻതാര മലയാളത്തിൽ തന്നെ തുടരുകയായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ നിലയിൽ എത്തുവാൻ നയൻതാരയ്ക്ക് ആകുമായിരുന്നില്ല. മലയാളത്തിൽ നിന്നും തുടക്കത്തിൽ തന്നെ നയൻസ് തമിഴിലെത്തി. തമിഴിൽ സിനിമകളിൽ അവസരമൊരുക്കുന്നതിനായി തമിഴ്നാട്ടിൽ തന്നെയുള്ള ഒരു മാനേജരെയും വെച്ചു. നായികയെ തമിഴ് സിനിമാ ലോകത്ത് അവതരിപ്പിക്കുവാൻ ഒരു പത്രസമ്മേളനവും വിളിച്ചുകൂട്ടി. തമിഴ് സിനിമാ ലോകത്ത് എത്തിയ നയൻതാരയോട് ഇത് തമിഴ് സിനിമയാണ്, ഇവിടെ മലയാളത്തിന്റെ ഓമനത്വവും ശാലീന സൗന്ദര്യവും ഒന്നുമല്ല ആവശ്യം, ഇവിടെ വേണ്ടത് വേറെ ചില ഘടകങ്ങളാണ്. അത് കാണിച്ചാൽ മാത്രമേ ഈ രംഗത്ത് പിടിച്ചു നിൽക്കാനാവൂ, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ നിൽക്കുകയാണ് ഭംഗി. തമിഴ് സിനിമയും മലയാള സിനിമയും അറിയാവുന്ന ചിലർ നയൻതാരയെ ഉപദേശിച്ചു. ആദ്യം നയൻതാരയുടെ മുഖം ഒന്ന് മങ്ങുകയും പിന്നീട് സ്വയം ഒരു തീരുമാനമെടുക്കുകയുമായിരുന്നു നയൻതാര. തുടർന്ന് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ തമിഴ് തെലുങ്ക് സിനിമകളിലെ നായികയായി മാറുകയായിരുന്നു നയൻതാര. നയൻതാര സിനിമ എന്തെന്ന് അറിഞ്ഞു, സിനിമയ്ക്ക് വേണ്ടതെന്താണെന്ന് മനസ്സിലാക്കി. തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് മുതൽ ഇങ്ങോട്ട് നയൻതാര നായികയായി അഭിനയിക്കാത്ത നായക നടന്മാരില്ല. അഭിനയിക്കാനുള്ള കഴിവും ഗ്ലാമർ ഏതറ്റം വരെ കാണിക്കാനുള്ള ഈ കലാകാരിയുടെ കഴിവും മനസാന്നിധ്യവും അംഗീകരിച്ചേ മതിയാകൂ. ഈ ഗ്ലാമർ രാജ്ഞി എന്തുകൊണ്ടോ പത്രക്കാരുമായി അത്ര ലോഹ്യത്തിലല്ല. ഇന്ന് തെക്കേ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ ലേഡിയായ നയൻതാര നിരവധി വിവാദങ്ങൾക്കും ഇതിനിടയിൽ ബലിയാടായി. 3 മലയാള സിനിമകൾ നിർമ്മിക്കുവാനുള്ള തുകയാണ് നയൻതാര പ്രതിഫലമായി കൈപ്പറ്റുന്നതത്രേ.